കായംകുളം കുന്നത്താലുമൂട് അമ്പലപ്പാട് ശ്രീ ഭദ്രഭഗവതി ക്ഷേത്രത്തിൽ ജ്യോതിഷവിധി പ്രകാരമുള്ള ശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. പന്തളം കൊട്ടാരത്തിലെ ശബരിമല മകരവിളക്ക് രാജപ്രതിനിധിയും പന്തളം കൊട്ടാരം മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റുമായ മൂലം തിരുനാൾ ശങ്കർ വർമ്മ ഉദ്ഘാടനം ചെയ്തു. കായംകുളം കുന്നത്താലുമൂട് അമ്പലപ്പാട് ശ്രീ ഭദ്രഭഗവതി ക്ഷേത്രത്തിൽ ജ്യോതിഷവിധി പ്രകാരമുള്ള ശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. പന്തളം കൊട്ടാരത്തിലെ ശബരിമല മകരവിളക്ക് രാജപ്രതിനിധിയും പന്തളം കൊട്ടാരം മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റുമായ മൂലം തിരുനാൾ ശങ്കർ വർമ്മ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. എത്ര പുണ്യം ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഇത് കിട്ടുകയെന്ന് ആലോചിച്ചു നോക്കും. അദ്ദേഹം പന്തളം അയ്യപ്പൻ വിട്ടുപോയപ്പോൾ എൻ്റെ ദൗത്യം ഇതാണ്. എന്നെ അദ്ദേഹത്തിന് യുവരാജാവായിട്ട് കാണണം, യോദ്ധാവായിട്ടാണ് കാണുന്നതിന് വേണ്ടിയാണ് ആ തിരുവാഭരണം ഉണ്ടാക്കിയത്. ആ തിരുവാഭരണത്തിൽ ആ അയ്യപ്പൻ്റെ രൂപത്തിന് മീശയ്ക്കുണ്ട്. അദ്ദേഹത്തിന് അത് യോദ്ധാവായിട്ട് കാണാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹം പന്തളം രാജ്യത്തിനെ അദ്ദേഹത്തിൻ്റെ സേവനം കൊണ്ടാണ് രക്ഷപ്പെടുത്തിയത്. ഉദയനൻ എന്ന ആ കാട്ടുകള്ളനെ എന്നൊക്കെ രക്ഷിക്കുക എന്നുള്ള ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. മാത്രമല്ല മഹർഷി കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള കഴിഞ്ഞ ശേഷം എൻ്റെ ദൗത്യം കഴിഞ്ഞു, ഞാൻ യാത്രയാണ് പറയുമ്പോൾ നമുക്ക് തിരുവാഭരണം പന്തളത്തു നിന്ന് പോകുമ്പോൾ നമുക്ക് നമ്മുടെ വികാരം എന്ന് പറഞ്ഞാൽ അത്രയും ദുഃഖകരമാണ്. എന്ന് വെച്ചാൽ ഇത്രയും 60 ദിവസം 70 ദിവസം തുറന്നു വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പെട്ടിയിലാക്കി അങ്ങോട്ട് യാത്രയാകുമെന്ന് പറയുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര സങ്കടം, ഇപ്പോഴും അത് സങ്കടം ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് തിരിച്ചു വന്നു കഴിഞ്ഞു എന്നാൽ തന്നെയും. അപ്പോൾ ആ ഒരു വളർത്തച്ഛൻ്റെ ആ മനസ്സ് എന്തൊരു, വളർത്തച്ഛനായിട്ടില്ല അച്ഛൻ തന്നെ മനസ്സിന് വിഷമം എന്തായിരിക്കും ഇങ്ങോട്ട് വിട്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അദ്ദേഹം വിട്ടുപോയി. ഞാൻ അദ്ദേഹത്തിന് ദിവ്യദൃഷ്ടി കൊടുത്തു. ഇന്ന സ്ഥലത്ത് ഞാൻ അമ്പയും ഇന്ന സ്ഥലത്താണ് എൻ്റെ പ്രതിഷ്ഠിക്കേണ്ടതെന്ന് പറയും. അത് കഴിഞ്ഞ ശേഷം കുറേ ആളുകൾക്ക് ഒന്നും ചെയ്തില്ല. അപ്പോൾ അയ്യപ്പൻ നേരെ പോകുന്നത് തന്നെ